മലയാള സിനിമയിലെ ലളിത സംഗീതത്തിലെ എല്ലാം ഒരു അതികായനായിരുന്ന പി ജയചന്ദ്രൻ അന്തരിച്ചു. ജയചന്ദ്രനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അപ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ജയചന്ദ്രൻ്റെ മൊത്തം ജീവചരിത്രം, എല്ലാ സംഭവങ്ങളും, പാട്ടുകളും ഒക്കെ നിങ്ങൾ പലവിധ ചാനലിലൂടെ, പത്രങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ എത്രയോ യൂട്യൂബിലും എല്ലാം കിടപ്പുണ്ട്. ഈ അവസരത്തിൽ ഗായകൻ ജയചന്ദ്രൻ്റെ ഒരു ജീവചരിത്രം പറയാനോ ഒന്നും പത്രിക മുതിരുന്നില്ല. പകരം ജയചന്ദ്രന് ഒരു ഗാനാഞ്ജലി അർപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരെക്കൊണ്ടിത് ചെയ്യിക്കും? ഞാൻ പാട്ടുകാരനൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പാട്ടുകാരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കും പത്രികയിലൂടെ തന്നെ പരിചയമുണ്ട്. അതാണ് ശ്രീ ഗായത്രി അശോക്. അദ്ദേഹം ഇത്തവണയും എൻ്റെ ആപൽ ബാന്ധവനായി ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നു. ജയചന്ദ്രനെ പാട്ടുകളിലൂടെ ഞങ്ങളൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. പരാവാരം പോലത്തെയാണ് ജയചന്ദ്രൻ്റെ പാട്ടുകൾ. ആ പാട്ടുകളിൽ ചിലത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്ത് ഓർമ്മിക്കാൻ പറ്റുള്ളൂ. എല്ലാ പാട്ടുകളും പാടാനോ ഓർമ്മിക്കാനോ സാധ്യമല്ല, പ്രായോഗികവുമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഏതായാലും ആദ്യമായിട്ട് ഞാൻ ശ്രീ ഗായത്രി അശോകിന് സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം സാർ. ഞാൻ ജയചന്ദ്രനെ സത്യാവസ്ഥ പറയണമല്ലോ. ജയചന്ദ്രനെ തുടക്കത്തിൽ ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. എൻ്റെ തെറ്റാണ്, എൻ്റെ കുറ്റമാണ്. അദ്ദേഹം പാടുന്നു, ശരി. യേശുദാസ് ഒഴിച്ച് ബാക്കി എത്രയോ പാട്ടുകാരുണ്ട്. അതിൻ്റെ കൂടെ ജയചന്ദ്രൻ ഈ ഒരു രീതിയിൽ പോയി. എൻ്റെ മനസ്സ് കമുകറ പുരുഷോത്തമനുണ്ട്, ഉദയഭാനുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. എം രാജയുണ്ട്, കൂടെ ജയചന്ദ്രൻ. ഈ ഒരു പ്രാധാന്യമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ ലേറ്റർ ഓൺ ഈ മഴവില്ലിൻ പൂപ്പന്തൽ ഇത്ര വേഗം മഴയേറ്റ് വീഴുമെന്ന് ആരറിഞ്ഞു എന്ന് പറഞ്ഞ് ജയേന്ദ്രൻ്റെ ഒരു പാട്ടുണ്ട്. അത് വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു, ദിസ് മാൻ ഈസ് ടു ബി ടേക്കൺ വെരി സീരിയസ്ലി. ഞാൻ എത്രയോ ചെറിയ ആളാണ്, പക്ഷേ എൻ്റെ മനസ്സിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ജയചന്ദ്രനെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അങ്ങേർക്ക് എന്താ, പുല്ലാണ് ഞാൻ. ബട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു, ഞാൻ സീരിയസ് ആയിട്ടാണ്. ഇത് കഴിഞ്ഞാണ് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്, എത്ര പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിരിക്കുന്നു അതിനു മുമ്പ് ഒക്കെ. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് എനിക്കറിയില്ല. പൂവും പ്രസാദമാണോ, മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയാണോ, അനുരാഗഗാനം പോലെയാണോ? പക്ഷെ പുറകോട്ട് ഞാൻ അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അനുരാഗഗാനം പോലെ എന്നുള്ള പാട്ടാണ്. അത് കുറച്ച് വേണമെങ്കിൽ കേട്ടോ എന്നുള്ള മട്ടിലാണ് ജയചന്ദ്രൻ പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു അധ്വാനിച്ച് പാടിയതായിട്ട് തോന്നില്ല. ജയചന്ദ്രൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെയാണ്, അനായാസേന പാടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വല്ലാതെ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുക, അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു ലളിതഗാനം നമ്മൾ പറയില്ല, അത് വളരെ ലളിതമായിരിക്കണം. ഈസി മട്ടിൽ പാടുമായിരുന്നു, അത് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇല്ല, ഈ അനുരാഗഗാനം പോലെ എന്നുള്ള പാട്ടിൽ തന്നെ അനുരാഗഗാനം പോലെ എന്നല്ല ജയചന്ദ്രൻ പാടുന്നത്. സാറൊന്ന് ഓർത്ത് നോക്കിയേ. അനുരാഗഗാനം പോലെ ഒരുമിച്ച് ആ പായല്ല, ഇമ്പായാണ് അവിടെ വരുന്നത്. സാറൊന്ന് ഓർത്ത് നോക്കുക ആ പാട്ട്. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അത് ബാബുരാജിൻ്റെ സംഗീതമല്ലേ? ബാബുരാജ്. സിനിമ സാറിന് ഓർമ്മയുണ്ടോ? ഉദ്യോഗസ്ഥ. ഉദ്യോഗസ്ഥയാണ് വേണു സംവിധാനം ചെയ്തു. ഉദ്യോഗസ്ഥ വേണു എന്നുള്ള പേര് തന്നെ പുള്ളിക്ക് ചെയ്തതിന് ശേഷം യൂസഫ് അലി കച്ചേരി കൂട്ടത്തിൽ പറയണം.
വേണ്ടത്ര അല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയ ഒരു ശരിയാണെന്ന് എനിക്ക് കവിയാണ് തോന്നിയിട്ടുണ്ട്. യൂസഫ് അർഹിക്കുന്ന അലി അംഗീകാരം കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂസഫ് സംസ്കൃതത്തിൽ പോലും ഒരു സിനിമ പാട്ട് തയ്യാറാക്കിയ ആളാണ് യൂസഫ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം തന്നെ മനോഹരമാണ്. അതൊരു ഏതെങ്കിലും ഈണത്തിനൊപ്പിച്ച് വെട്ടിയോ ചുരുക്കി ചെയ്ത് കാണുമായിരിക്കും, പക്ഷെ ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. ഒരു പാട്ടിൽ അത്ര ലളിതമായ സുന്ദരമായ പദാവലി കൈവശമായിരുന്നു യൂസഫ് അലി കേച്ചേരിക്ക്. എനിവേ, അത് വേറൊരു വിഷയം. സാറിന് ജയേന്ദ്രൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ തിക്കിത്തിരക്കി വരും എന്ന് എനിക്കറിയാം. എന്നാലും ഒരെണ്ണം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഏതാ? പെട്ടെന്ന് ഇപ്പം ആദ്യം തന്നെ വന്നതിൽ ഇപ്പോൾ കുഞ്ഞാലി വരയ്ക്കാറിലൊരു പാട്ട് വന്നു, പക്ഷേ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ല. ഒരു മുല്ലപ്പൂമാലയുമായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് കേൾക്കാനായിട്ട് അതിൻ്റെ ട്യൂണും അത് ഹിറ്റായില്ല. അതിനുശേഷം ദേവരായ മാഷാണ് പാട്ട് കൊടുത്തിരിക്കുന്നത്. പാട്ട് കൊടുത്ത് അതാണ് ഹിറ്റായതും എല്ലാവരും ശ്രദ്ധിച്ചതായിട്ടുള്ള പാട്ട് അതാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഈ പാട്ടിറങ്ങിയ കാലത്ത് അന്നും ഇന്നും ഈ ചകോരി എന്നുള്ള വാക്ക് അത്ര പോപ്പുലർ അല്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടെഴുത്തുകാരൻ ആ വാക്ക് ഉപയോഗിക്കാൻ ധൈര്യപ്പെടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അറിയാൻ മേലായിരിക്കും, അറിഞ്ഞുകൂടാത്ത ഒരു വാക്ക്. ഇതേത് സിനിമയിലായിരുന്നു? അത് കളിത്തോഴൻ എന്ന അത് സംഗീത സംവിധാനം ദേവരാജൻ മാഷ്. സാർ പറഞ്ഞിരുന്നു ദേവരാജൻ മാഷ്. മോഹനരാഗത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മോഹനരാഗം. ഈ സിനിമാ പാട്ടുകളുടെ രാഗം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, വലിയ പ്രയാസമാണ്. ചിലപ്പോൾ ചില സ്വരസ്ഥാനങ്ങളൊക്കെ അത് ഈ ട്യൂൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, വാക്കുകൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഞാൻ ഈ ഇൻ്റർനെറ്റിലും മറ്റും ഒരുപാട് രാഗങ്ങളിലാണ് ഇന്ന പാട്ട് എന്നൊക്കെ പറയും. പക്ഷേ സംഗീത വിദ്വാൻമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ശങ്കരാഭരണം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെയല്ല, അടുത്ത വരിയിൽ അത് തെറ്റിച്ചു. അത് ഒരു രാഗം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ദേവരായ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെയാണ് കൃത്യമായിട്ട് രാഗമായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമി തന്നെ ജയേന്ദ്രനാണ് ഇത് പറഞ്ഞത് കേട്ടോ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി അത് പഠിപ്പിച്ചു. അപ്പോൾ ജയേന്ദ്രൻ ചോദിച്ചു, സ്വാമി ഇത് ഏത് രാഗത്തിലാണ്? സ്വാമി രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അനുരാഗം, മര്യാദയ്ക്ക് പോയി പാടറ എന്ന് പറഞ്ഞു. പിന്നെ ജയേന്ദ്രനൊന്നും ചോദിച്ചില്ല. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയും ഇതുപോലെ രാഗത്തിൽ ചെറിയൊരു മിക്സ് സിനിമാ പാട്ടിൽ അത് ആവശ്യമായിട്ട് ചില വരികൾക്ക് ഭംഗി കൂട്ടാൻ, ചിലതിൻ്റെ കൂടെ ഒരു സ്വരം കൂടെ അഡീഷണൽ ചേർത്താലൊക്കെ അത് പിന്നെ ഏത് രാഗമാണെന്ന് ചോദിച്ചാൽ അനുരാഗം എന്ന് പറയാനുള്ളൂ. അതിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അനുരാഗം എന്ന് പേര് കൊടുക്കുക. അല്ല, ദേവരായ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന രാഗത്തിൽ എന്ന് പറഞ്ഞല്ല ചിട്ടപ്പെടുത്തുന്നത്. ട്യൂൺ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇന്ന രാഗം പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിലേതെങ്കിലും സ്വരം മിസ്സിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതും കൂടെ അങ്ങ് ചേർത്ത് പൊലിപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് രാഗം ബേസ് ചെയ്തിട്ട് സിനിമാ പാട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്നല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജയേന്ദ്രൻ്റെ ഒരു പ്രത്യേകത ഒന്ന്, കർണാടക സംഗീതം പഠിച്ചിട്ടില്ല. ദേവരായ മാഷൊക്കെ ഒത്തിരി നിർബന്ധിച്ചു, നീ പോയി പാട്ട് പഠിച്ചിട്ട് വാന്ന് പറഞ്ഞായിട്ടൊക്കെ. പക്ഷെ അദ്ദേഹം പാട്ട് പഠിക്കാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി, ഗുരു അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാ. എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയുകയോ എഴുതുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം പോയി പഠിച്ചു കഴിഞ്ഞാൽ ജയചന്ദ്രൻ്റെ ശബ്ദവും ഇതൊക്കെ ഈ ലളിതഗാനത്തിന് പറ്റിയത്, സിനിമാ പാട്ടുകൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള പാട്ട് പാടാനുള്ള കഴിവ്, അതിനുള്ള കണ്ഠശുദ്ധി ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ കർണാടക സംഗീതം പഠിക്കാനായിട്ട് പോയി വരിശകൾ തുടങ്ങി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് സാധകം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ ശബ്ദത്തിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ ഇത് ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കുണ്ടല്ലോ, സിംപ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടി ആ ഗുരു തന്നെ പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ പാട്ടിന് ആ ഒരു സൗകുമാര്യം ഉണ്ട്, അപ്പോൾ ഇത് മാറ്റി കർണാടക സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ആകാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുമില്ല. അതെ. അപ്പോൾ ഇത് വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട, അതൊട്ട് ആകുകയുമില്ല. മാത്രമല്ല അത് വലിയ പാരാവാരം പോലെയാണ്. അവിടെ കർണാടക സംഗീതത്തിൽ ഒരാൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ട്. ശരിക്കും അതിൻ്റെ അകത്തൊരു 8-10 കൊല്ലം ശരിക്ക് സാധകം ചെയ്ത് കീർത്തനങ്ങളും കൃതികളൊക്കെ പഠിച്ച് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കച്ചേരി നടത്താൻ പോലും പറ്റുള്ളൂ. അക്കാര്യത്തിൽ സാറേ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, ഒറ്റ വാക്കിലാണ് എനിക്ക് ജയേന്ദ്രനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്, ഭാഗ്യവാൻ.
സത്യം സത്യം. അതായത് മറ്റ് ഗായകരൊക്കെ വളരെ ബുദ്ധിമുട്ടി അവരുടെ യേശുദാസ് അടക്കം അവരുടെ കണ്ഠശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഐസ്ക്രീം കഴിക്കില്ല, തൈര് കഴിക്കില്ല, അങ്ങനെ ചെയ്യില്ല, പച്ചവെള്ളം കുടിക്കില്ല, ഐസ് വെള്ളം കുടിക്കില്ല, ഒരുപാട് ചിട്ടയിലാണ് അവരത്. പോകുമോ എന്നുള്ള ഭയം കൊണ്ട് പോവില്ലായിരിക്കാൻ പറ്റും. പക്ഷേ അവരത് ജയേന്ദ്രൻ അങ്ങനെയൊന്നുമല്ല. ഇഷ്ടപ്പെട്ട എന്ത് സാധനവും കഴിക്കും. ജയേന്ദ്രൻ വെജിറ്റേറിയനായിരുന്നു. വെജിറ്റേറിയൻ എല്ലാ സാധനവും കഴിക്കും, തൈര് നിർബന്ധമായിട്ടും കഴിക്കും. തൈരില്ലാതെ ഊണ് കഴിക്കാൻ എന്തായി പറയുന്നത്? എന്ത് പാട്ട്? തൈരില്ലാതെ ഊണ് കഴിക്കുന്ന പ്രശ്നമില്ല, അത് കഴിച്ചിട്ടുള്ള പാട്ടൊക്കെ മതി. ഇത്തരം സ്വഭാവങ്ങളുണ്ടല്ലോ. ജയചന്ദ്രന് ഒരു പരുക്കനാണ്, ധിക്കാരിയാണ്, ആരെയും വകവയ്ക്കാത്തവനാണ്, വെല്ലുവിളിക്കുന്നവനാണ്. ഇങ്ങനെ ഒരു ഗോപിയായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് കണ്ടത് എന്തെങ്കിലും കാരണം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാകുമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പെട്ടെന്ന് ചൂടാകുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ക്ഷിപ്രകോപികളായിട്ട് ശിവൻ പോലും ക്ഷിപ്രകോപി പ്രസാദി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ക്ഷിപ്രകോപം ഒരു ബാഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഈ ഇത് പറഞ്ഞപ്പോഴേ വേറെ കാര്യം ഓർക്കുന്നത്, ശിവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ ജയചന്ദ്രൻ്റെ ഇടയ്ക്ക് ദർശനത്തിന് വരുമായിരുന്നു. അപ്പോൾ എന്നെ യു പി സ്കൂളിലൊക്കെ പഠിപ്പിച്ച ഒരു പണിക്കർ സാറുണ്ട്. പണിക്കർ സാറിൻ്റെ മകൻ ഒരു ശ്രീകുമാർ ഈ ഹരിഹരൻ സാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ജയചന്ദ്രൻ ഇതുപോലുള്ളവർ വരുമ്പോഴത്തേക്ക് ശ്രീകുമാറിൻ്റെ സഹായം തേടും. ഇന്ന സ്ഥലത്ത് പോയിട്ട് ദർശനം നടത്തുക, അതുപോലെ ഒരു ചിട്ടയുണ്ടല്ലോ അമ്പലത്തിൽ തൊടുന്നതിന്. അപ്പോൾ അതിനെ ശ്രീകുമാറാണ് സഹായിക്കുന്നത്. ശ്രീകുമാർ നേരിട്ട് പറഞ്ഞിട്ട്, എൻ്റെ പൊന്നു ചേട്ടാ, ഒരു ഗ്രനേഡിൻ്റെ സേഫ്റ്റി ലോക്ക് ഊരി കൈ പിടിച്ചോണ്ട് നടക്കുന്ന പോലെ ഇത് വിട്ടാൽ ഈ സാധനം എപ്പോഴാണ് പൊട്ടെന്നുള്ള പറയാൻ പറ്റില്ല. അതുപോലെയാണ് ജയചന്ദ്രനെ കൊണ്ടു നടക്കേണ്ടി വരുന്നത്. പുള്ളി എപ്പോഴാണ് ചൂടാകുന്നുള്ള പറയാൻ പറ്റില്ല. അത് പുള്ളി വന്ന് പോകുന്നിടം വരെ എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ വളരെ മാന്യമായിട്ടുള്ള സ്നേഹമായിട്ടൊക്കെയാണ് പെരുമാറിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേടി എപ്പോഴും പുള്ളി നിൽക്കുമെന്ന് പറഞ്ഞ് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. ജയേന്ദ്രൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഏതോ ഒരു സ്ത്രീ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് വിനയപൂർവ്വം പറഞ്ഞു, ജയേന്ദ്രൻ്റെ അല്പം പ്രായമുള്ള സ്ത്രീയാണ്, ജയേന്ദ്രൻ്റെ പാട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ജയേന്ദ്രൻ പറയുന്നു, ഞാൻ പെട്ടെന്ന് തിരിച്ച് ചോദിച്ചു, അപ്പോൾ ഫോണിലൂടെ പാട്ട് പഠിക്കാനാണോ എന്നെ വിളിച്ചിരിക്കുന്നത് ചോദിച്ചു. അവരാകെ വല്ലാതെയായി. ഒരു കണക്കിന് അവർ ഫോൺ കട്ട് ചെയ്തു. ജയേന്ദ്രൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തിനാണ് ഞാൻ അങ്ങനെ ചൂടായത്. അവർ എന്നോടുള്ള മതിപ്പ് കൊണ്ടാണ് അവർ നമ്പർ തേടി പിടിച്ച് എന്നെ വിളിച്ച്. അവർക്ക് പാട്ട് അറിയില്ല എന്ന് അവർ പറഞ്ഞു. പാട്ട് പഠിക്കാനല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതവർ പറഞ്ഞതിന് ഞാൻ അവരെ പരിഹസിച്ചത് ഒട്ടും ശരിയായില്ല. പക്ഷേ എന്ത് ചെയ്യാനും ഞാനങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല, ഏത് നമ്പറിൽ നിന്ന് വിളിച്ചതെന്ന് അറിയില്ല. അങ്ങനെ പോയി, അതും സംഭവിച്ചു പോയി. അപ്പോൾ ജയേന്ദ്രൻ പറയുന്നത്, ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു തറുതല പറയാൻ എൻ്റെ വായിൽ വരും, സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ എനിക്ക് ഉള്ളിൽ ആ സ്ത്രീയോടോ ആരോടും എനിക്കൊരു പരിഭവമില്ല. പക്ഷെ പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ച് പറഞ്ഞു പോകും. അത് അങ്ങനെ അതൊരു ഡിഫക്റ്റ് ആണെങ്കിൽ യെസ്, എനിക്ക് ആ ഡിഫക്റ്റ് ഉണ്ട്. പക്ഷെ അതാരും കാര്യമായിട്ട് എടുക്കരുത്. ഒരു നല്ല മനുഷ്യന് ഇടയ്ക്ക് പറ്റുന്ന ഇടർച്ചയായിട്ടോ അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ടോ ജയേന്ദ്രൻ പരുക്കനായിട്ട് അറിയപ്പെട്ടു. മാത്രമല്ല ആ പരുക്കൻ യൂണിഫോമായിരുന്നു. ഈ വലിയ ദിവ്യന്മാരെ കാണുമ്പോൾ മഹാമര്യാദക്കാരനായിട്ട് അഭിനയിക്കില്ല. തന്നിൽ എളിയവനോട് മാത്രം പരുക്കനായിട്ട് വരും. അതുകൊണ്ടായിരുന്നില്ല, എല്ലായിടത്തും ഒരുപോലെ പരുക്കനാണ്. അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണല്ലോ, സ്വഭാവത്തിലെ ഒരു സത്യസന്ധതയെ കാണിക്കുന്നതാണ്. അതിലെതിരെ അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. ഏതായാലും ജയചന്ദ്രൻ്റെ സ്വഭാവവിശേഷമല്ല നമ്മൾ, ജയേന്ദ്രൻ്റെ പാട്ടാണ് നമ്മളുടെ വിഷയം. അടുത്തൊരു പാട്ട് സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ മതി. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയേന്ദ്രൻ്റെ പാട്ടുകൾ കൊരുത്ത ഒരു ഗാനാഞ്ജലി, ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. കടൽ പോലെ കിടക്കുമല്ലേ പാരാവാരം. സാറ് പറഞ്ഞില്ലേ, പാരാവാരം പോലെ കിടക്കും. അതിൽ നിന്ന് ഏത് പാട്ടെടുക്കും, ഏതെല്ലാം രീതിയിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടർക്ക് ഓരോ പാട്ട് എന്ന് പറഞ്ഞ് ഓർത്താൽ തന്നെ നമുക്ക് ഒരു ടൈമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്കത് അവതരിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ പത്രത്തിൽ തന്നെ ഞാൻ കണ്ടു ഓരോ മ്യൂസിക് ഡയറക്ടറുടെയും ഹിറ്റായ പാട്ടുകൾ. ആദ്യം എഴുതി വന്നപ്പോൾ തന്നെ പത്രം നിറഞ്ഞു. അവരുടെ ഹിറ്റായത് മാത്രം, ഹിറ്റാവാത്ത പാട്ടുകൾ വേറെ ഉണ്ട്. ഹിറ്റായത് മാത്രം എഴുതിയപ്പോൾ പത്രം ഫുള്ളായി. അതാണ് ജയേന്ദ്രൻ്റെ റേഞ്ച്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓർക്കുന്നത്, നമ്മളൊരു ഗാനാഞ്ജലി അർപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന പാട്ടുകൾ. ദേവരാജ മാഷ് തന്നെ അനാച്ഛാദനം എന്ന് പറഞ്ഞ പടത്തിൽ കൊടുത്തിരിക്കുന്നൊരു പാട്ടുണ്ട്.
അത് പാട്ടിൻ്റെ ലിറിക്സിന് കുറച്ച് ചങ്ങമ്പുഴയുടെ ഇതൊക്കെ ആയിട്ട് സാമ്യമുണ്ട്, സാമ്യമല്ല സ്വാധീനമുണ്ട്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, അങ്ങനെ പാട്ടുണ്ട്. നല്ല രസമാണ്. നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. നല്ല നല്ല രസമുള്ളൊരു പാട്ടാണ്. ജയചന്ദ്രൻ നന്നായിട്ട് പാടിയിരിക്കുന്നൊരു പാട്ടാണ്. പിന്നെയോ അതിലെ ഈ മധുചന്ദ്രികയുടെ ചായത്തളികയിൽ പലരും ഇപ്പോൾ ഈ ചായ എന്ന് പറയുന്ന വാക്ക് തെറ്റിച്ച് ഉപയോഗിക്കുന്നത്. ഞാനൊരു കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്, ഒരു ചെറിയൊരു തിരുത്തൽ ശ്രമം അത്രേ ഉള്ളൂ. ചായം, ഇപ്പം ജലച്ചായം, വാട്ടർ കളർ, ജലച്ചായ ചിത്രം എന്നുള്ളതിന് പലരും ജലഛായ ചിത്രം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ടിനെക്കുറിച്ച് പലയിടത്തും എഴുതിയിരിക്കുന്നിടത്തും ഈ മധുചന്ദ്രികയുടെ ചായത്തളികയിൽ എന്നും പറഞ്ഞ് അക്ഷരത്തെറ്റല്ല, അത് മനഃപൂർവ്വം എഴുതി കൊടുക്കുന്നതാണ്. അതൊരു തെറ്റായിട്ട് പലരും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഭാഷയോ അക്ഷരമോ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു വലിയ നമ്മളിത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത വൈബ് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും. അത് വലിയ കുഴപ്പമാണ്. ഇപ്പം അങ്ങനത്തെ ചില വാക്കുകൾ നങ്കിൾ, അമ്മാവൻ വൈബ്, തന്ത വൈബ്, തള്ള വൈബ്, ഇങ്ങനെയൊക്കെ പറയും. മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഇത് സംഭവിക്കുന്നത് ഛായാചിത്രം, അവിടെ ഛായ ചേരും, പോർട്രേറ്റ്, അതിൻ്റെ മലയാളമാണ് ഛായാചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് ജലച്ചായം എന്ന് പറയുമ്പോൾ ജലഛായ, ഇങ്ങനെ ആ ഇച്ഛായം മനസ്സിൽ കിടക്കും. അതിന് ജലച്ചായം, വാട്ടർ കളർ എന്നുള്ളത് മാറിയിട്ട് ഈ ഇച്ഛ കയറി വരും ഛായാചിത്രത്തിൻ്റെ. ഇങ്ങനെയൊക്കെ മിക്സപ്പ് ആകുന്നതാണ്. അതൊക്കെ പള്ളിക്കൂടത്തിൽ നേരെ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. അപ്പം പിള്ളേരെന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും പേടിയാണ്. ഈ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മെക്കിട്ട് കയറാൻ വരും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാറില്ല. ഭാഷയും സാഹിത്യവും ഒക്കെ എങ്ങനെയോ അങ്ങനെ പോക്കോട്ടെ നമ്മൾ വിചാരിച്ചാൽ. ഇത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. ഇങ്ങനത്തെ ചില തെറ്റുകൾ വരുന്നത്, അക്ഷരത്തെറ്റല്ല. നമ്മുടെ ഗാനാഞ്ജലിയിലെ അടുത്ത പാട്ട് നമുക്ക് ജയചന്ദ്രൻ, ഒരു ജയചന്ദ്രൻ നെസ് ഉണ്ട് ജയചന്ദ്രന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു തൂവൽ സ്പർശം പോലത്തെ പാട്ടുകളാണ് ജയചന്ദ്രൻ്റെ. അങ്ങനെ സുഖമായിട്ട് ഒഴുകിയെന്ന് പോകും. അതാണ് ജയചന്ദ്രൻ്റെ. ലളിതഗാനത്തിൻ്റെ ഒരു സുഖം കിട്ടണമെങ്കിൽ അത് ജയേന്ദ്രൻ തന്നെ പാടണം. ജയേന്ദ്രനെ പോലും അതിൽ നന്നായിട്ടൊക്കെ പാടുന്നവരുണ്ടായി. ഞാൻ ആ തർക്കത്തിലേക്ക് പോകുകയില്ല. പക്ഷെ ജയേന്ദ്രൻ്റെ പാട്ടിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു തൂവൽ പോലെ നമ്മളെ സ്പർശിച്ചങ്ങ്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്വോ നീ, എന്തു ചെയ്വോ നീ. നീലാംബരി എന്ന് പറഞ്ഞ രാഗമാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചെയ്തിരിക്കുന്നത്. മുത്തശ്ശി എന്ന് പറഞ്ഞ പടത്തിൽ. ഈ ഇന്ദുമുഖി വേറെ എവിടെയൊക്കെ? ഇന്ദുമുഖി അടിമകൾ എന്ന് പറഞ്ഞ പടത്തിൽ ദേവരാമാഷി ചെയ്തിട്ടുണ്ട്. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിലിന്നു നീ സുന്ദരിയായി, ഇന്ദുമുഖി ഇന്ദുമുഖി. ദേവരാമാഷി ചേരിക്കുന്ന പാട്ടാണ് അടിമകളെ പടം. ഞാൻ ഈ ഇന്ദുമുഖി വരുമ്പോൾ ഞാൻ മറ്റേ ഇന്ദുമുഖിയിലേക്ക് ഓർക്കാതെ ചാടിപ്പോ. ആ വാക്കുകൊണ്ട് പാട്ടുകൾ തമ്മിൽ ഒരു സാമ്യമില്ല. ഇത് നീലാംബരി രാഗവുമല്ല. മറ്റേ ആ വാക്ക് വരുമ്പോൾ വേറെ എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഞാനൊക്കെ ബാത്റൂം സിംഗറാണില്ല, ആരും കേൾക്കാതെ. അപ്പോൾ അവിടെ ഈ സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. നമുക്ക് പാട്ടിൽ നിന്ന് പാട്ടിലേക്ക് ചാടാം, പാട്ടിലേക്ക് ഒക്കെ പോകാം. പക്ഷേ ദാറ്റ് പാർട്ട് നമുക്ക് ഈ ജയചന്ദ്രൻ്റെ തനിമ വെളിവാക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് സാർ. അതാണ് എൻ്റെ ഒരു പ്രയാസം. എനിക്ക് തന്നെ എന്നേക്കാൾ കൂടുതൽ പാട്ടുകൾ സാറിനറിയാം. ബട്ട് എനിക്ക് തന്നെ ഒരു ശ്വാസം മുട്ടുന്ന അവസ്ഥ. എത്ര പാട്ടുകൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരുന്നു. പറഞ്ഞില്ലേ, ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ സംഗീത സംവിധായകരുടെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് തന്നെ ഹിറ്റായതും അല്ലാത്തതൊക്കെ ആയിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട പാട്ടുകൾ ഒത്തിരി ഉണ്ട്. നമുക്കത് പറയാനുള്ള സമയവും ഒക്കെ വലിയ പ്രശ്നമാണ്. അല്ല, ഇരിക്കട്ടെ, ഉള്ള സമയത്തിൽ നമുക്ക് പറയാമല്ലോ. സാറിന് അടുത്ത ഓർമ്മ വരുന്ന പാട്ട് ഏതാ? സാർ മുമ്പേ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞില്ലേ, മഴവില്ലിൻ പൂപ്പന്തലിത്ര വേഗം മഴയേറ്റു വീഴുമെന്നാരറിഞ്ഞു,
ആരറിഞ്ഞു. ഇത് ആൽമരം എന്ന് പറയുന്ന പടത്തിലാണ്. ഭാസ്കര മാഷ ഏറ്റ്യൂമറാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ശോക ചെവിയുള്ള പാട്ടാണ്. അതിൻ്റെ തന്നെ അവരൊരു പ്രേമവും കാര്യങ്ങളൊക്കെ തകർന്നതിന് ശേഷം വരുന്ന പാട്ടാണിത്. അതിന് മുമ്പ് പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ, ഉറക്കമില്ലേ, അതേ ട്യൂൺ തന്നെ എടുത്തിട്ടാണ് ഈ മഴവില്ലിൻ പൂപ്പന്തലിത്ര വേഗം. പ്രേമെല്ലാം തകർന്ന് മൊത്തം കുളമായി കഴിഞ്ഞിട്ടാ. ബാക്കി ലൈൻസൊക്കെ ഭയങ്കര ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് സാർ. മറ്റേ ഒറിജിനൽ തുടക്കത്തിലുള്ള പാട്ടിൽ സന്തോഷത്തിലുള്ളതിൽ ഇതു പതിവല്ലേ ഈ മണിയറയിൽ തള്ളിയതവരെല്ലാമല്ലേ, അങ്ങനെയാണ്. അല്ല, ഇത് പതിവല്ലേ മധുവിധുവല്ലേ, അത് മറ്റേ ഇതിൽ വരുന്നില്ല, ശോക സംഗീതത്തിൽ അത് വരുന്നില്ല. അപ്പോൾ അതൊരു അസാമാന്യമായ പാട്ടാണ്. അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ജയേന്ദ്രന് ഒരു ടേൺ ഉണ്ടായത് അവിടെ വെച്ചാണ്. ഞാൻ തീരുമാനിച്ചു ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പാട്ടുകാരനാണ്, ഇങ്ങനെ ഒരു കോറസിൽ പെടുത്തേണ്ട ആളല്ല എന്നെനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ അതിനുശേഷമാണ് ഈ ഹർഷഭാഷ്പം ഒക്കെ വരുന്നത്, അതിനുശേഷമാണെന്ന് തോന്നുന്നു. മഴവില്ലിൻ പൂപ്പന്തലിന് ശേഷമല്ലേ അത്, ശേഷമോ മുമ്പോ, എനിവേ ഏതായാലും എന്നെപ്പോലൊരു ചെറിയ മനുഷ്യൻ ഈ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ ഈ പാട്ടിന് സാധിച്ചു. ഈ മഴവില്ലിൻ പൂപ്പന്തൽ പടവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ്, അതിൻ്റെ കഥയും കാര്യങ്ങളും അതിൻ്റെ ഇൻസിഡൻസും എല്ലാം. ഏതാ സാർ പടം? ആൽമരം. ഇത് സംഗീതം ചെയ്തു തരാം ഏറ്റ്യൂമറാണ്. ഏറ്റ്യൂമർ ഒരുപാട് പാട്ടുകൾ ചെയ്ത ആളാണ്. ഈ ജനസിൽ വേറെ വരുന്ന പാട്ടുകൾ സാറിന് ഓർമ്മയുണ്ടോ? ഏത്? ജയേന്ദ്രൻ സീരീസിൽ വരുന്ന. ഇനിയിപ്പോൾ അടുത്തൊരു പാട്ട് എന്ന് ഞാൻ ചോദിച്ചാൽ സാറ് ഏത് പാട്ട് പാടും? ഈ ജയചന്ദ്രൻ കുറേ യുഗ്മഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സുശീലയായിട്ട് ചേർന്ന്, മാധുരിയായിട്ട് ചേർന്ന്, വസന്തയായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ സൽമ കെ ജി ജോർജ് സാറിൻ്റെ വൈഫുണ്ടല്ലോ, സൽമയായിട്ട് ചേർന്ന് ഉൾക്കടൽ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു പാട്ട്, നല്ല ഹിറ്റായിട്ടുള്ള പാട്ടാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി, സൽമയായിട്ട് ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. പിന്നെയുണ്ട് സുശീലയായിട്ട് ഇതിലെ വാഴ്വേമയത്തിലെ പാട്ടില്ലേ, സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ. പിന്നെയുണ്ട് മറ്റേ ഇതില് ജയചന്ദ്രൻ ഇന്റർഫിയർ ചെയ്യുന്ന പോലെയാണ് പാടുന്നത്. കല്ലിൽ കൊത്തിവെച്ച കവിത, അങ്ങനെ ഒരു ടക്കന്നങ്ങ് ഇടയ്ക്ക്. അതിന് സത്യന്റെ ഡയലോഗും വരുന്നുണ്ട്. ഈ പ്രതിമ നീയാണ്, ശില്പി ഞാൻ. സത്യനാണ് ആ ഡയലോഗ്. അത് രസമുള്ളൊരു പാട്ട്, ഭയങ്കര രസം. ജയചന്ദ്രൻ ഈ പാട്ട് പാടി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, സുശീല പാടുന്ന കേട്ടിട്ട് ഞാൻ പാടാൻ മറന്നുപോയെന്ന് പറയുന്നു. ഈ പാടുന്ന കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നിന്നിട്ട് എൻ്റെ ഭാഗം വന്നപ്പോൾ ഞാൻ പാടാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. അയ്യോ, അതൊരു അസാധ്യ ഗായികയാണ് സുശീല. ജയേന്ദ്രൻ അത് ഓപ്പൺലി ഓപ്പണായിട്ട് മുഹമ്മദ് റാഫിയോടും അതേ ഒരു സ്നേഹാദരങ്ങൾ എന്നും കീപ്പ് ചെയ്തിരുന്ന ആളാണ്. അല്ല, പി സുശീല എന്തുകൊണ്ടോ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒതുങ്ങിപ്പോയി. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ടവറിങ് പേഴ്സണാലിറ്റി ആയി കഴിഞ്ഞിരുന്നു ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും. ലതാ മങ്കേഷ്കറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറേയേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ. നൗഷാദ് പോലെ, അല്ലെങ്കിൽ മദൻ മോഹൻ്റെ ഒക്കെ പാട്ടുകൾ. അല്ലെ, ഇതിലൊക്കെ എന്താണെന്നറിയാമോ സാറേ, ഈ ലതാ മങ്കേഷ്കർ ഒരു ഗ്യാരണ്ടീഡ് സിംഗറാണ്. അവരുടെ പാട്ട് അത് ഹിറ്റാവുന്ന ഉറപ്പാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ ആരാണെങ്കിലും, അത് ലക്ഷ്മികാന്ത് പ്യാരലാണെങ്കിലും ടി ജി മോഹൻദാസ് ആണെങ്കിലും, പാടുന്നത് ലതാ മങ്കേഷ്കർ ആണെങ്കിൽ അത് ഹിറ്റായിരിക്കും. അപ്പോൾ പിന്നെ ആൾക്കാർ റിസ്ക് എടുക്കാൻ മടിക്കും. അവർ പെട്ടെന്ന് പാട്ട് പഠിക്കുമായിരുന്നു. അതൊരു വലിയ ക്വാളിറ്റിയാണ്. പെട്ടെന്ന് പാട്ട്, അതിനുവേണ്ടി ഒത്തിരി സമയം മെനക്കെടുത്തിട്ട് പെട്ടെന്ന് പാട്ട് പഠിക്കും. പിന്നെ
ഈ യൂട്യൂബിലൊക്കെ ഉണ്ട് മദൻ മോഹൻ്റെ ഒപ്പം ഇരുന്നിട്ട് കമ്പോസ് ചെയ്യാനിട്ടിരിക്കുമ്പോഴത്തേക്കും ചില ലൈൻസ് ഇങ്ങനെ മാറ്റിയാലോ അങ്ങനെ മാറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നത്, അത് മദൻ മോഹനെ പോലുള്ള ഒരു അസാമാന്യ സംഗീത പ്രതിഭയാണല്ലോ. അങ്ങേര് പോലും അംഗീകരിച്ചിട്ട് ആ ടിസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യൻ സിനിമയെ ഗൗരവമായിട്ട് അന്ന് അഖിലേന്ത്യാ തലത്തിൽ എടുത്തിരുന്നില്ല. അപ്പോൾ ചെമ്മീൻ അവാർഡ് കൊടുത്തു. ബട്ട് ഈ പറഞ്ഞ പോലെ അത്ര സീരിയസ് ആയിട്ട് ദക്ഷിണേന്ത്യൻ സിനിമയെ വാസ്തവത്തിൽ ഇന്നും അങ്ങനെയൊക്കെയാണ്. ബോളിവുഡ് കഴിഞ്ഞല്ലേ മറ്റാരാണെങ്കിലും വരുന്നുള്ളൂ. ബോളിവുഡിനേക്കാൾ എത്രയോ ഹിറ്റാകുകയും കൂടുതൽ പൈസ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും ഫൈനലി ദക്ഷിണേന്ത്യൻ സിനിമയായിട്ട് തന്നെ. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അറിഞ്ഞ മറ്റേ മോളിവുഡ് അല്ല, മറ്റേ എന്താ പറയുന്നത്, ബോളിവുഡ് പടങ്ങൾ എല്ലാം തന്നെ ഫ്ലോപ്പായിപ്പോയി. അതേസമയത്ത് ഇവിടുന്ന് വന്ന പല പടങ്ങളും ഈ 100 കോടി ക്ലബ്ബ് കയറുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് ആകെ പകച്ച് നിൽക്കുവാണ്. ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 24 ഒക്കെ തുടങ്ങിയുള്ള ഒരു സംഭവമാണത്. അല്ല, അവർ ആ ആശാന്മാര് ഒരുപാട് മലയാളം സിനിമ ഡബ് ചെയ്തിട്ടുണ്ട്. വാഴവേമായം ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് അത് ഡബ്ബിംഗ് അല്ല, റീമേക്ക്. ഒത്തിരി പടങ്ങൾ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഈ റീമേക്ക് ചെയ്യുമ്പോൾ കൊച്ചിൻ എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന പടമില്ലേ, അതിവിടെ വളരെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഭാഷയിലേക്കും തന്നെ റീമേക്ക് ചെയ്ത് പോയി. ഈ റീമേക്ക് ചെയ്യുമ്പോൾ അത് അക്നോളജി ചെയ്യാനുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. അല്ല, ഇതൊക്കെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് ചെയ്തേ. കൊച്ചിൻ എക്സ്പ്രസ്, ഈ വാഴവേമയൊക്കെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് തന്നെയാണ്. സാർ, ഈ റൈറ്റ്സ് വാങ്ങുന്നത് ഈ അക്നോളജ്മെന്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാറ് പാടിയ പാട്ട് അത് മുഴുവൻ അവകാശവും ഞാൻ വാങ്ങുന്നു. പിന്നെ അത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഗായത്രി അശോകൻ്റെ പേരേ വരുന്നില്ല. മൊത്തം അവകാശം ഞാനിങ്ങ് വാങ്ങിയിരിക്കുക. ആ ഒരു അവസ്ഥയായി. നിങ്ങളുടെ സിനിമ തന്നെ ഞാനിങ്ങ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. അത് ഹിന്ദിയിലാക്കും, നേപ്പാളിയിലാക്കും, ബംഗാളിയിലാക്കും. നിങ്ങളെ ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാശ് തന്നില്ലേ, അതുപോലെ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ പോകുന്നത്. ഇവിടുത്തെ പല പ്രൊഡ്യൂസേഴ്സിനും അത് അറിയാനും വയ്യായിരുന്നു. അവരെ ഇത്രയും രൂപ കിട്ടും, എന്നാൽ ശരി കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റൈറ്റ് എഴുതി കൊടുത്ത ടീമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിതിലേക്ക് തിരിച്ചു വരാം. ജയേന്ദ്രനിലേക്ക് തിരിച്ചു വരാം. ഇതൊക്കെ ആനുഷംഗികമായിട്ട് ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഈ പി സുശീല മാത്രമല്ല, ജയേന്ദ്രനും അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായില്ല. യേശുദാസിനെ പോലെ അങ്ങനെ ഒരു റീച്ചൊന്നും ജയേന്ദ്രന് വന്നില്ല. കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, തമിഴിലൊക്കെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരുന്നു. ബട്ട് അങ്ങനെ ഒരു അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തി ജയേന്ദ്രൻ അർഹിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. നമുക്ക് അടുത്ത പാട്ടിലേക്ക് യുഗ്മഗാനം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിൽ നമ്മളിപ്പോൾ സുശീലയുടെ പറഞ്ഞു, പിന്നെ മാധുരിയാട്ടി പറഞ്ഞു. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. ദേവരായ മാഷ് തന്നെയാണ് അച്ചാണി എന്ന് പറഞ്ഞ പടം. അതിന് എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് സാറേ, എനിക്കത് ഓർമ്മ വരുന്നില്ല. വസന്ത ജയേന്ദ്രനും കൂടെ പാടിയതാണ്. വസന്തയാണ് തുടക്കം. വിദ്യാർത്ഥി എന്ന് പറഞ്ഞ പടത്തിലെ വാർത്തിങ്കൾ കണി വയ്ക്കും രാവിൽ, വാസനപ്പൂകൾ വിരിയും രാവിൽ, വിഷുക്കൈ നീട്ടം തന്നവനെ വിവാഹമോതിരമെന്നു തരും. നല്ല പാട്ടാണ്. വയലാർ ചിദംബരനാഥാണ്. ഞാനത് ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നില്ലെങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ട് ആ പാട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നല്ല പാട്ടാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വാർതിങ്കൾ കണി വയ്ക്കും രാവിൽ ഇനി ഒരു 2 ദിവസം എൻ്റെ വായിൽ നിന്ന് ഇറങ്ങില്ല. അത് പോകുകയല്ല. ചില പാട്ടുകൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മൾ ചിലപ്പോൾ രാവിലെ ഒരെണ്ണം കയറി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയും പാട്ട് പോകാനായിട്ട്. നമുക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും, അതാണ് പാട്ട് പാടുന്നവർക്കും പാടാത്തവർക്കും ഒക്കെ. ഗായകരല്ലെങ്കിലും നമുക്ക് ഗാന ആസ്വാദകരാകാൻ പറ്റുമല്ലോ. അല്ല, മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പാട്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അതൊരു പ്രത്യേക ഒരു അനുഭൂതിയല്ലേ ആ പാട്ടിൽ നമുക്ക് നിലനിർത്താൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ. അതൊക്കെ അത് സാറ് ശ്രദ്ധിച്ചാൽ മതി. ഈ ചീട്ട് കളിക്കുമല്ലോ, ചീട്ട് കളിക്കുമ്പോൾ ചീട്ടിൽ ആൾക്കാർ ശ്രദ്ധയുണ്ട്, ഇൻ്റലിജൻ്റായിട്ട് കാർഡ് ഇറക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഇയാളുടെ നാക്കിലൊരു പാട്ട് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരേ വരിയായിരിക്കും പിന്നെയും അത് ആവർത്തിച്ച് പോകുന്നത്.
അത് മനുഷ്യ സ്വഭാവമാണ്. ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ എനിക്ക് മാത്രം ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ചിലരൊക്കെ പലപ്പോഴും ശ്വാസം മുട്ടും ഈ പാട്ട് ഒന്ന് വായിന്ന് ഇറങ്ങി വേറൊരു പാട്ട് വന്നാലും വിരോധമില്ല. അല്ല, ചിലപ്പോൾ പറ്റുന്ന കുഴപ്പം ചില തല്ലിപ്പൊളി പാട്ട് രാവിലെ കയറി വരും. റേഡിയോയിൽ നിന്ന് അയലോകത്ത് നിന്ന് എവിടുന്നെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ തല്ലിപ്പൊളി പാട്ട് അന്ന് അത് മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ പറഞ്ഞ പോലെ വലിയ പാടാണ്. സുഖമില്ലാത്ത പാട്ടുകളുണ്ടല്ലോ, അത്തരം പാട്ടുകൾ കയറി വരും. അപ്പോൾ അടുത്ത പാട്ട് കള്ളിച്ചെല്ലമ്മേലെ രാഘവ മാഷ് ഒരു നല്ല പാട്ട് കൊടുത്തല്ലോ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കള്ളിച്ചെല്ലമ്മ രാഘവ മാഷാണ് മ്യൂസിക് കൊടുത്തത്. വളരെ പോപ്പുലറായ പാട്ട്, വളരെ പോപ്പുലർ. 69 പാട്ടറിയാം. നമ്മളിപ്പോഴും 69 കൊല്ലം എത്രയായി. ഇപ്പോഴും അത് പാടുന്നവരും കേൾക്കുന്നവരും ശരിക്കും ഹോണ്ടിങ്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള. അതെ, ഹോണ്ടിങ് എന്നുള്ള വാക്കാണ് ശരി. അത് പിന്നാലെ ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ആ പാട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സാറേ, ഞാൻ ഈ ഹോണ്ടിങ് ആയിട്ടുള്ള വേറൊരു പാട്ട്, അത് ഒരു പക്ഷേ എനിക്കാണോ മറ്റുള്ളവർക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ജയേന്ദ്രൻ്റെ പാട്ടുകളുടെ ലിസ്റ്റ്, TV, പത്രം ഇതൊക്കെ നോക്കുമ്പോഴൊന്നും ഈ പാട്ട് കണ്ടിട്ടില്ല. ഒരു പാവം പാട്ടുണ്ട്, സാറിന് ഓർമ്മയുണ്ടാവും. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടുമെന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശി ആയിട്ടി സ്വർഗത്തിൻ്റെ കോണിലോരരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി. അസല് പാട്ടല്ലേ അത്? ആ പാട്ടിൽ ഈ രണ്ട് ഇത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓർക്കസ്ട്ര ബഹളം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട്. പക്ഷേ ഇവിടെ കയറി ഇങ്ങനെ ചൂണ്ടക്കുളത്തിട്ട് പിടിക്കുന്ന പി. ഭാസ്കരൻ്റെ വരികളാണ് അല്ലേ? പി. ഭാസ്കരൻ. സംഗീതം വരെ സാർ അതിൻ്റെ സംഗീതം ചിദംബരനാഥ് തമിഴനായിരുന്നോ? മലയാളിയാണ്. തമിഴിൻ്റെ സ്വാധീനം മറ്റേ കന്യാകുമാരിയിലേക്കൊക്കെ പോകുന്ന ആ ഏരിയ. കാരണം പേര് ചിദംബരനാഥ് സാധാരണ മലയാളത്തിൽ വരില്ല. എന്നാൽ ഇത്രയും മലയാളിത്തമുള്ള പാട്ട് വേറെ കണ്ടുപിടിക്കാൻ പ്രയാസം. ഒത്തിരി പാട്ടുകളുണ്ട് ചിദംബരനാഥിൻ്റെ. നമുക്ക് വേറൊരു അവസരത്തിൽ ചിദംബരനാഥ് എന്നുള്ള സംഗീതത്തിനെ പറ്റി ഒരു പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ കുറച്ച് സംസാരിക്കാം. അതിന് മാത്രം ഉണ്ട്. ചിദംബരനാഥിൻ്റെ പാട്ടുകൾ വളരെ രസമുള്ള പാട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ പുകഴേന്തി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇതാരെ പുകഴേന്തി എന്നുള്ള ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് ഇപ്പോൾ തുടങ്ങിയല്ല കുറച്ചു കാലം ഒരു 10-30 വയസ്സുള്ളവർക്ക് പോലും വലിയ പിടിയില്ലാത്ത ഒരു സംഗീത സംവിധായകനാണ്. അസല് കുറവാണ്. അതല്ല, ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ പി. ഭാസ്കരൻ്റെ വരികൾ ജയചന്ദ്രൻ പാടിയത് എന്നേക്കാൾ വികൃതമായിട്ട് വേറെ ആർക്കെങ്കിലും പാടാൻ പറ്റുമെന്ന് എനിക്ക് സംശയം. ആ പോർഷൻ എഡിറ്റ് ചെയ്ത് കളയണം സാറേ. ഇല്ല, അതവിടെ ഇരുന്നോട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നമ്മളുടേതായ രീതിയിലൊരു ഗാനാഞ്ജലി അർപ്പിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം നമുക്കാവുന്ന പോലെ. പിന്നെ സാറിന് ഓർമ്മ വരുന്ന പാട്ട് ഏതാ? പുകഴേന്തിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ? 3 പൂക്കൾ എന്ന് പറഞ്ഞ പടത്തിൽ പുകഴേന്തി. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിലിഴയുന്ന മനുഷ്യനോ അന്ധനാര് ഇപ്പോൾ അന്ധനാര് അന്ധകാരപ്പരപ്പിതിൽ അന്ധനാര്. അസലൊരു പാട്ടാണ് 3 പൂക്കൾ പടം. അത് പക്ഷേ സിനിമയിൽ സാറേ കുറച്ചുകൂടെ സ്പീഡിലാണ് പാടുന്നതെന്ന് തോന്നുന്നു എനിക്ക്.
അല്ലേ? എന്ത് വാങ്ങിക്കോട്ടെ, പാട്ട് ഇത് തന്നെ. ഞാൻ പാടുമ്പോൾ ഇച്ചിരി ഇടച്ച് പാടും. വീട്ടിൽ ബാത്റൂം സിംഗിങ് കേട്ടിട്ട് ഭാര്യയൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഈ മനുഷ്യൻ ഇടച്ചാണല്ലോ പാടുന്നത്. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാരപ്പരപ്പിതിൽ അന്ധനാര്. പോരാ സാർ, കുറച്ചുകൂടെ സ്പീഡിലാണത്. ഏതായാലും നമുക്ക് ആ സ്പീഡ്, കാരണം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശുദാസായാലും ജയേന്ദ്രനായാലും സിനിമയിലെ സ്പീഡിലല്ല സ്റ്റേജിൽ പാടുന്നത്. ഇപ്പോൾ യേശുദാസിൻ്റെ പ്രശസ്തമായ ഗാനമുണ്ടല്ലോ, അമ്മായൻ്റെ അഴയ്ക്കാതെ ഉയിരില്ലേ, അത് സ്റ്റേജിൽ യേശുദാസ് പാടുന്നുണ്ട്, മനോഹരമായിട്ട് പാടുന്നുണ്ട്, ഇളയരാജയുടെ സാന്നിധ്യത്തിൽ പാടുന്നുണ്ട്. പക്ഷേ സാർ നോക്കുക, ആ സ്പീഡ് മാച്ചാവുന്നില്ല. സിനിമയിൽ അത് അവിടെ വെച്ച് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കുന്ന സ്പീഡും സംഗതിയും സ്റ്റേജിൽ ഇതില്ലല്ലോ. സ്റ്റേജിൽ ഇത് യേശുദാസിനെ നിയന്ത്രിക്കാനും ആരുമില്ല. ഇളയരാജ നിപ്പുണ്ട്, പക്ഷേ സ്പീഡ് കുറയ്ക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെ പാടുകയാണ് ഓർക്കസ്ട്രയും ഒക്കെ ആയിട്ട്. അങ്ങനെ പാടുമ്പോൾ എപ്പോഴും സ്പീഡ് കുറയാറുണ്ട്. എനിക്കിത് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ MD രാമനാഥൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ബാക്കിയുള്ളവർ പാടുന്ന പോലെ തന്നെ അല്ല, അങ്ങനെയല്ല പാടുന്നത്. അങ്ങനെ എല്ലാം വളരെ സാവകാശം നിർത്തി ആസ്വദിച്ച് ഈ സംഗീതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംഗതികളും എല്ലാം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. വളരെ സാവകാശത്തിലാണ്. പുള്ളിക്കൊരു തിരക്കുമില്ല. ചില പാടുന്ന എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണം ഇത് കഴിഞ്ഞിട്ടെന്നുള്ള പാട്ടിൽ പെട്ടെന്ന് പാടിയിട്ടങ്ങ് പോകും. അദ്ദേഹം പാടുന്ന മഹാഗണപതി മനസ്സാ എന്ന് പറഞ്ഞ് പാടുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ പാടുന്ന പോലെയല്ല, വളരെ സ്ലോ ആയിട്ട് തന്നെ പാടുന്നത്. എല്ലാം പാടും സമജവരഗമന അത് പാടി. ഇങ്ങനെ പല പാട്ടുകളും പുള്ളി വളരെ സ്ലോ ആയിട്ട്. അപ്പം ഇതിൻ്റെ അങ്ങനെ പല പാടാൻ അതൊന്നുമല്ല, ആ സ്വാധീനം വന്നിട്ടാണോ എന്നറിയില്ല, പാട്ടുകളെല്ലാം ഇഴയ്ക്കാൻ തുടങ്ങി. അതിന് കുഴപ്പമില്ല. അല്ല, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഞാനീ പറഞ്ഞില്ലേ, യേശുദാസായാലും ജയേന്ദ്രനായാലും അവരുടെ തന്നെ സ്വന്തം പാട്ടുകൾ സ്റ്റേജിൽ പാടുന്നത് ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ എനിക്ക് ഇത് ഒറിജിനൽ നമ്മൾ സിനിമയിൽ കേട്ടതുമായിട്ട് താരതമ്യം ചെയ്യും. അപ്പോൾ ഇത് സ്പീഡ് കുറവാണെന്ന് മനസ്സിലാവും. സ്പീഡ് കുറച്ച് പലപ്പോഴും യേശുദാസിന് ചിലപ്പോൾ സ്ട്രെയിൻ വരും. ഈ സ്പീഡ് കുറച്ച് കഴിയുമ്പോൾ ശ്വാസം കൂടുതൽ വരണമല്ലോ. അപ്പോൾ ഈ കഴുത്തിലെ ഞരമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം സ്പീഡ് കുറച്ചതിൻ്റെ. ഹിന്ദി പാട്ട് പോലും ഇപ്പോൾ ജബ് ദീപ് ജലയാന അത് പാടുമ്പോൾ യേശുദാസ് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റ് സ്പീഡല്ല, കുറച്ച് അഴിച്ചിൽ വരും. സ്വാഭാവികമാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അതും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കടുത്ത പാട്ടിലേക്ക് പോകാം. യേശുദാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, യേശുദാസ് MS വിശ്വനാഥനുമായിട്ടൊന്ന് സ്വരച്ചേർച്ച ഇല്ലാണ്ടായി. മ്യൂസിക് ഡയറക്ടർ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്വരച്ചേർച്ച ഇല്ലാണ്ടായെന്നല്ല, അവർ തമ്മിൽ പിണങ്ങിയിട്ട് പാട്ട് പാടാതെ പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി യേശുദാസിന് തൽക്കാലം പാട്ട് കൊടുക്കണ്ടെന്ന് MS വിശ്വനാഥൻ തീരുമാനിക്കുന്നു. അതെന്താണെങ്കിലും നമ്മുടെ ജയചന്ദ്രനെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമായിട്ട് വരുവാണ്. ഈ യേശുദാസിനോടുള്ള ഇതുകൊണ്ടാണോ വാശിയാണോ, ഇനി അങ്ങനെ നല്ല കഴിവുള്ള മനുഷ്യൻ തന്നെയാണ്, സംഗീത ചക്രവർത്തിയാണല്ലോ, ഇശൈ മന്നൻ എന്ന ഇശൈ അങ്ങനെ പേരൊക്കെ പറയുന്നുണ്ട്. തമിഴിലെ ചില വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. MS വിശ്വനാഥൻ അദ്ദേഹം ആ സമയത്ത് ആ ഇടയ്ക്കാണ് പണിതീരാത്ത വീട് എന്ന് പറയുന്ന പടത്തിൽ പാട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ അന്ന് ഞാൻ കോളേജിലൊക്കെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ്. രഞ്ജിനി നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞ് രാത്രി റേഡിയോയിൽ പാട്ട് വരും. എല്ലാത്തും നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കിയിരുന്നത് 10 മുതൽ 11 വരെയാണ് ഈ പാട്ടിൻ്റെ സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രാത്രിയിൽ അന്ന് വരുന്ന മിക്കവാറും പാട്ടുകൾ കുറച്ച് പേരുകൾ പറയും, ഇന്നിടത്ത് ഇന്നാര എന്നൊക്കെ പറഞ്ഞ് 13 പേരെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം, അല്ലെങ്കിൽ 15 പേരെ ആവശ്യപ്പെട്ടിരിക്കുന്ന, 8 പേരെ ആവശ്യപ്പെട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗാനങ്ങൾ വരുന്നിടത്ത് കുറേ പേരുടെ പേര് ഒരു തവണ വന്ന് കുറേ പേരുടെ പേരുകൾ പറഞ്ഞാച്ച് ഇങ്ങനെ 120 പേർ ആവശ്യപ്പെട്ട ഗാനം, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, അന്തം വിട്ടുപോയി പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്. എന്തൊരു രസം! സുപ്രഭാതം എന്ന് പറഞ്ഞ് പാടുമ്പം നമ്മൾ രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. പക്ഷേ ഒരു പ്രഭാതത്തിൻ്റെ ആ ഒരു കുളിർമയും ഒരു മഞ്ഞും ഇതെല്ലാം കൂടെ, അന്ന് പടം റിലീസായിട്ടില്ല, ആ സമയത്ത് ആണ് ഈ പാട്ട് കേൾക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല പടം, എന്നിട്ട് തന്നെ എന്തൊരു സുഖമായിട്ട് വന്നൊരു പാട്ട്. അവർ നീലഗിരിയുടെ
സഖികളെ ജ്വാലാമുഖികളെ. ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ചുളുവിൽ എന്ന് പറഞ്ഞ പോലെ ജയചന്ദ്രന് കിട്ടി. എം.എസ്. ഒരു സ്വീറ്റ് റിവെഞ്ച് യേശുദാസിനോട് ചെയ്തതാണോ എന്ന് ഒരു സംശയം തോന്നും. അങ്ങനെ എം.എസ്. അടുത്ത് ശരി, ആ കഥ എന്തുമായിക്കോട്ടെ, രണ്ടുപേരും ഗ്രേറ്റ് ആണ്. രണ്ടുപേരും മോശപ്പെടുത്തി പറഞ്ഞല്ല. ബട്ട് എം.എസ്. അതേ സിനിമയിൽ ഈ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച ആ പാട്ട് എം.എസ്. തന്നെ പാടി. അതെ, ഇത് ജയേന്ദ്രന് കൊടുത്തില്ല. ആ റേഞ്ച് ജയേന്ദ്രന് മോശക്കാരനായതുകൊണ്ടല്ല, അത് പടത്തിലെ ആ പടത്തിൻ്റെ സിറ്റുവേഷനും അത് സേതുമാധവൻ സാർ അന്ന് ആ പടം ഷൂട്ട് ചെയ്ത് അതിൻ്റെ പിക്ചറൈസ് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ പശ്ചാത്തലത്തിൽ വല്ലാതെ വികാര തീവ്രതയുള്ളൊരു രംഗമാണത്. നായകൻ നിസ്സഹായനായിട്ട് നിൽക്കുന്നു, നായകൻ്റെ മുമ്പ് വെച്ചൊരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കഥയാണ് പാറപ്പുറത്തിൻ്റെ മതിരാദേവിയുടെ. അപ്പോൾ ഇതിൻ്റെ ഈ പാട്ട് കാണിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ പെയിൻറ്റിങ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം. ആ പാട്ട് എം.എസ്.പി. പാടിയാലേ ശരിയാവുള്ളൂ. മാത്രമല്ല എനിക്ക് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മറ്റാരെങ്കിലും അത് പാടുന്നതായിട്ട് സങ്കല്പിക്കാൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. യേശുദാസ് പോലും. ഹൃദയവാഹിനി അയ്യോ, ഹൃദയവാഹിനി ഒഴുകുന്നു നീ. ആ ഒഴുക്കും ഇതൊക്കെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒഴുകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഹായാണല്ലോ തമിഴ് ഇതിൽ. അത് കായാക്കാൻ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, കായാകുന്നില്ല. കായ്ക്കും ഹായ്ക്കും ഇടയ്ക്കുള്ളൊരു ഉച്ചാരണത്തിലാണ് അത്. അങ്ങനെ വേണമെങ്കിൽ അത് ഒഴുകുന്നു എന്ന് കേൾക്കാം, വേണമെങ്കിൽ ഒഴുകുന്നു എന്നും കേൾക്കാം. അതിൻ്റെ നടുക്കൂടെ പുള്ളി അങ്ങ് പോയിരിക്കുകയാണ്. അസാമാന്യ സിദ്ധിയാണ്. മലയാളിയാണ് ബേസിക്കലി, പക്ഷേ ഇത് വളർന്നതും എല്ലാം തമിഴ്നാട്ടിലായിരുന്നു. ആ തമിഴ് സ്വാധീനമാണ് ശരിക്കും. തമിഴിൽ എത്രയോ പാട്ടുകൾ. തമിഴിൽ ജയേന്ദ്രൻ്റെ ഇഷ്ടം പോലെ പാട്ടുകളുണ്ടല്ലോ. തമിഴ് സിനിമയിലും അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളും സംഗതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ജയേന്ദ്രൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, മറ്റുള്ളവരുടെ പാട്ടുകൾ പാടാനോ അത് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒരു മടിയും ചെയ്യുന്നു. ഒരു മടിയില്ലായിരുന്നു. എല്ലാവരും അത് തുറന്നു പറയുകയും ചെയ്യുന്നു. റഫീ സാഹിബിൻ്റെ ആണെങ്കിലും സുശീലയുടെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ഒക്കെ, ഈവൻ ബ്രഹ്മാനന്ദൻ്റെ പോലും ജൂനിയറല്ലേ, ബ്രഹ്മാനന്ദൻ്റെ ഒക്കെ പാട്ടുകൾ ജയചന്ദ്രൻ പല വേദികളിലും പാടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൂസ് ഡിസ്കഷൻ എസ്.പി. ബാലസുബ്രഹ്മണ്യമുണ്ട്, എസ്. ജാനകിയുണ്ട്, ജയേന്ദ്രനുണ്ട്. അപ്പോൾ എസ്.പി. ബാലസുബ്രഹ്മണ്യം ഇങ്ങനെ ഒരു പാട്ടിങ്ങനെ ഓർത്തെടുക്കുന്നു. നമ്മളുടെ പി.ബി. ശ്രീനിവാസിൻ്റെ പാട്ടാണ്. നിലവേ എന്നിടം നെരുങ്ങാതെ ഇങ്ങനെ തപ്പിപ്പോകുന്നു. ജയചന്ദ്രൻ അത് കയറി പാടുന്നു, തൊട്ടടുത്തിരിക്കുകയാണ്. ഒരു സ്റ്റാൻസ മുഴുവൻ കാണാതെ അറിയാം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് വളരെ പി.ബി. ശ്രീനിവാസൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അതൊരു അസാമാന്യ ഗായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ 1 പാട്ടായിട്ടാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. രാമു ഇത് അനായാസമായിട്ട് അങ്ങ് എസ്.പി. ബാലസുബ്രഹ്മണ്യം അത് മൂളി വന്നു കഴിഞ്ഞപ്പോൾ ഇത് വാക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ സെക്കൻഡിൽ ജയേന്ദ്രൻ അങ്ങോട്ട് അതേ ശ്രുതി ഒപ്പിച്ച് അങ്ങോട്ടങ്ങ് പാടുകയാണ്. അല്ലാതെ അത് പി.ബി. ശ്രീനിവാസിൻ്റെ ആണ്, ഞാൻ എന്തിനത് പാടണം, അങ്ങനെ ഒരു കോംപ്ലക്സ് ജയേന്ദ്രനില്ല. അതങ്ങനെ ഒരു ഗ്രേറ്റ്നെസ് ആണ്. ഈ പറയുന്ന ക്ഷിപ്രഗോപി എന്നൊക്കെ പറയുന്ന പാട്ട് എത്ര സിമ്പിൾ ആണെന്നുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ തെളിയിച്ചു തരുന്ന രംഗങ്ങളാണ്. നിലവേ എന്നിടം നെരുങ്കാത് നീ നിനയ്ക്കും ഇടത്തിൽ ഞാനില്ലേ, മലരേ എന്നിടം മയങ്കാത് നീ മയങ്ങും വകയിൽ ഞാനില്ലേ, നിലവേ എന്നിടം നെരുങ്കാത് നീ നിനയ്ക്കും ഇടത്തിൽ ഞാനില്ലേ. എനിക്ക് കൂടെ പാടണമെന്നുണ്ട്, അത് വർഷാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പിടിച്ചു നിർത്തി. മിണ്ടാതെ മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിർത്തി. കാരണം അത്രയ്ക്ക് സ്റ്റൈൽ. അതും ഇദ്ദേഹത്തിൻ്റെ ഇല്ലേ, എം.എസ്. വിശ്വനാഥിൻ്റെ അസാമാന്യ പാട്ടാണ്.
അത് ഏറ്റവും അപ്പോഴാണ് ഞാൻ ഈ ജയേന്ദ്രൻ്റെ സിംപ്ലിസിറ്റി മനസ്സിലാക്കുന്നത്. അത് ഇന്ന ആളിൻ്റെ പാട്ടാണ്, ഒക്കെ ജയേന്ദ്രന് അറിയാം. ആ പാട്ട് കാണാപ്പാടമാണ് ആ മനുഷ്യന്. ആണ് ഞാൻ അവിടെ ഒരു സ്റ്റാൻസേ പാടിയുള്ളൂ ഉള്ളൂ. അപ്പം ബൈഹാർട്ടാണ് ആ പാട്ട്, അല്ലെങ്കിൽ അങ്ങനെ കയറി പാടുകയല്ല അത്. ആണ് വളരെ സ്വാഭാവികമായിട്ടാണ് വന്നിരിക്കുന്നത് പാടുന്നത്. അതുകൂടെ പല ഡിസ്കഷനിലും ഇങ്ങനെ ഏർപ്പെടുമ്പോൾ ആരുടെ പാട്ടാണെന്നില്ല, ജയേന്ദ്രൻ അതങ്ങോട്ട് പാടും. ഇന്ന ആളിൻ്റെ പാട്ട് ഞാനത് പാടുന്ന കുറച്ചില്ല, അങ്ങനെയൊന്നും ഇല്ല. ആ പാട്ടിനെ ഇഷ്ടപ്പെടും, അത് കാണാതെ അറിയാം. എന്നാൽ പാട്ട് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒരു ഡയറി വെച്ചിട്ടാണ് പുള്ളി അതിൻ്റെ കഥ സാർ കേട്ടിട്ടുണ്ടല്ലോ. എനിക്കറിയാം. എൻ്റെ നീലവാർമ ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുകളിൽ കൂടി പണിയിച്ചോട്ടെ എന്ന് പാടിപ്പോയി. അതൊരാൾ സദസ്സിൽ നിന്ന് അപ്പം തന്നെ എണീറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത് എന്താ ഇത്. അപ്പം ജയേന്ദ്രൻ പറഞ്ഞു അന്ന് മുതൽ ഞാനിത് വെച്ചാണ് പാടുന്നത്. പിന്നെ ഇപ്പം എല്ലാ ഗായകന്മാരും എങ്ങനെയാണ് ചുരുളിൻ്റെ അറ്റത്ത് മുറി പണിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജയേന്ദ്രൻ വഷളായിപ്പോയി. ഇപ്പം സദസ്സിൽ നിന്ന് എണീറ്റ് ഒരാൾ ചോദിക്കുകയല്ലേ. അപ്പോൾ പിന്നെ തീരുമാനിച്ചു ഇനി ഞാൻ നോക്കിയേ പാടുകയുള്ളൂ. മനുഷ്യൻ്റെ മനസ്സല്ലേ. ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയെടുത്ത് ഇത് പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും പാടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ ഇത് തെറ്റ് പറ്റാം. അപ്പം ബെറ്റർ ഒരു അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ കാര്യത്തിൽ കർണാടക സംഗീതക്കാരെയാണ്. അവർ നോക്കി പാടുന്നില്ല. അവർക്ക് ആ ട്രെൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ട്രെൻഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സഞ്ജയ് സുബ്രഹ്മണ്യം കഴിഞ്ഞിട്ട് വരുന്ന ഒരു തലമുറയുണ്ടല്ലോ, അവർ പലരും ഇത് വെച്ചിട്ടാണ് ലാപ്ടോപ്പ് വെച്ചിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത്. അത് തെറ്റാണത്, തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ശരിക്ക് അതാണ് സഞ്ജയ് പറഞ്ഞിട്ട് ഒരു പാട്ട് ഒരു കൃതി പാടുക എന്ന് പറഞ്ഞാൽ 100 തവണയെങ്കിലും വീട്ടിലിരുന്ന് പാടി സാധകം ചെയ്ത് ഇത് സിദ്ധി വരുത്തിയതിന് ശേഷമേ സ്റ്റേജിൽ അവതരിപ്പിക്കാവൂ എന്നാണ് സഞ്ജയ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല സാർ, കർണാടക സംഗീതത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ ഈ വരി കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് വിട്ടുകളഞ്ഞിട്ട് അപ്പോൾ വയലിനും മൃദംഗമുണ്ട്, അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോഴത്തേക്ക് ഇദ്ദേഹം വരി ആലോചിച്ചെടുത്തിട്ട് പിന്നെ അങ്ങ് ജോയിൻ ചെയ്യും. പല കച്ചേരിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് മ്യൂസീഷ്യൻ ബാലമുരളികൃഷ്ണനൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എം ഡി രാമനാഥൻ ഒത്തിരി പ്രാവശ്യം ലിറിക്സ് മറന്നു പോയിട്ടുണ്ട്. വയലിനിസ്റ്റൊക്കെ മൃദംഗിസ്റ്റൊക്കെ ഉമയാൾപുരമൊക്കെ മൂളി കൊടുക്കുന്നുണ്ട് ഇന്നും പറഞ്ഞിട്ട്. ഭാവയാമി രഘുരാമൊക്കെ പാടുമ്പോൾ. പക്ഷെ അപ്പോൾ പോലും അവർ കടലാസോ ഡയറിയോ ഒന്നും കയ്യിലെടുക്കില്ല. അത് കർണാടക സംഗീതത്തിൻ്റെ ഒരു സ്റ്റൈൽ മാത്രമല്ല, അതിൽ ഈ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് പിന്നെ അടുത്ത താളത്തിൽ എടുത്താൽ മതി. ഈ സിനിമ പാട്ടിൽ അത് പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഏതായാലും അങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലക്സ് ബട്ട് സിമ്പിൾ ക്യാരക്ടറായിരുന്നു ജയേന്ദ്രൻ. ആർക്കും ഒരു എതിരഭിപ്രായമൊന്നുമില്ല. ഏകദേശം എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിൽ വളരെ മൃദുവും നല്ലവനുമായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തൊണ്ട അടഞ്ഞു പോയി. പിന്നീട് അദ്ദേഹം തൊണ്ട തുറന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞത്, ഞാൻ പാടുന്നത് ഞാനല്ല പാടുന്നത്, ഗുരുവായൂരപ്പനാണ് പാടുന്നത്. എൻ്റെ തൊണ്ടയിലൂടെ അത് പുറത്തു വരുന്നതേ ഉള്ളൂ, ഒരു പൈപ്പ് പോലെ, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് എന്ന് ജയേന്ദ്രൻ പല സ്ഥലത്ത് പറഞ്ഞു. ഒത്തിരി ഭക്തിഗാന ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ പുഷ്പാഞ്ജലി എന്നൊക്കെ പറയുന്ന ആ ഒരു ആൽബം ഉണ്ട്, ഒരു കാസറ്റ് തന്നെ ഉണ്ട്. അതിലെല്ലാ പാട്ടും 10 പാട്ടോ 12 പാട്ടോ തൊട്ടുള്ള എല്ലാ 10-11 പാട്ട് എല്ലാം ഹിറ്റായിരുന്നു. നെയ്യാറ്റിൻകര വാഴും കണ്ണ, അതുപോലെ അമ്പാടി തന്നിലൊരുണ്ണി, അമ്പാടി തന്നിലൊരുണ്ണി, നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. അത് കൂടുതൽ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എല്ലാ പാട്ടും പാടി എത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ അറബിക് സ്റ്റൈലിൽ ദേവരാമാഷി ചെയ്തൊരു പാട്ടില്ലേ, റംസാനിലെ ചന്ദ്രികയോ, അതൊക്കെ അതിൻ്റെ മ്യൂസിക് അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ അത് അറബിക് സ്റ്റൈലാണ്. അതിൽ ഉപകരണ സംഗീതം കേൾക്കുമ്പോൾ നമുക്കൊരു അറബി സ്റ്റൈൽ തോന്നുന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു അറബിക് ഗാനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വരുമ്പോൾ അതിനൊരു ടിങ് ടിങ് എന്നുള്ള അത് ബുൾബുൾ ഒക്കെ വായിക്കുമ്പോൾ പെട്ടെന്നൊരു അറബിക് സ്റ്റൈൽ അസലായിട്ട് പാടിയത്. പിന്നെ അത് വളരെ നന്നായിട്ട് ഏതോ ചേതോഹരമാമരയന്നത്തേരിലെത്തും ദൂതിയോ സ്വപ്നദൂതിയോ, നമ്മൾ രണ്ട് ശ്രുതിയായി പോയി. പക്ഷേ എനിവേ പാട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ പാട്ട് തന്നെ. വാസ്തവത്തിൽ ജയേന്ദ്രൻ്റെ ഒരു ജീവിതം
എല്ലാ പാട്ടുകാരൻ്റെയും ജീവിതം അങ്ങനെയാണ്. ജയേന്ദ്രനും ആ വഴി ഒരു സംഗീതം ഒരു ഉപാസനയായിട്ടാണ് ജയേന്ദ്രനും കൊണ്ടു നടന്നത് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം ഉപാസന എന്നുള്ള പാട്ട് പാടിയിട്ടുമുണ്ട്. തൊട്ടാവാടി LPR വർമ്മയാണ് എൻ്റെ മ്യൂസിക്കിൽ. ഉപാസന ഉപാസന ഇതു ധന്യമാമൊരുപാസന. അത് നമുക്ക് അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ഇവിടെ എത്തില്ല നമ്മൾ. ഏതായാലും ധന്യമായൊരു ജീവിതമായിരുന്നു ജയേന്ദ്രൻ്റെ, സംശയമില്ല, കാര്യമില്ല. യേശുദാസിനെ പോലത്തെ ഒരാൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കയറി വന്നിട്ട് ഇത്രയധികം പാട്ടുകൾ കിട്ടുക, ഇത്രയും സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും, ഇതിനേക്കാളൊക്കെ ഉപരി ജനഹൃദയങ്ങളിൽ മലയാളികളുടെ മലയാളികളിലല്ല തമിഴരുടെയൊക്കെ, ഇളയരാജയുടെ മറ്റേ തമിഴ് പാട്ടുകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഹിന്ദി പാട്ടിലേക്കൊന്നും കടന്നിട്ടില്ല. ഒത്തിരി പാട്ടുകളുണ്ട്. പിന്നെ ലളിതഗാനങ്ങളുണ്ടല്ലോ, ആകാശവാണിയിലൊക്കെ വന്നിരിക്കുന്ന ജയദേവ കവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ, രാജീവനയനൻ്റെ വാർത്തകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ. ആ സമയത്തുള്ള യൂത്ത് ഫെസ്റ്റിവലിലെ സർവ്വ ഗായകർ മുഴുവൻ വന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. എത്ര പോപ്പുലർ ആയിരുന്നു ആ പാട്ട്, ലളിതഗാനം. അവസാനമായിട്ട് ജയേന്ദ്രൻ്റെ ജയേന്ദ്രനെ കൂടുതൽ ശല്യം ചെയ്യണം സാർ. നമ്മൾ പാട്ടുപാടി ഉപദ്രവിക്കാതെ നമ്മളുടെ ശ്രുതി ഒന്ന് താഴ്ത്താം. ONVയുടെ പ്രശസ്തമായ വരികളും അതും പാടിയത് ജയേന്ദ്രൻ തന്നെ, പാടിയത് ദേവരായ മാഷ് മ്യൂസിക്. അതുകൊണ്ട് അതൊരു ക്ലോസിങ് സോങ് ആയിട്ട് നമുക്ക് നമ്മളുടെ ശ്രുതി താഴ്ത്തുന്ന ആ പാട്ട് തന്നെ പാടാമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് അറിയാമല്ലോ ആ പാട്ട്? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഉണർത്തണ്ട സാർ, ഉറങ്ങിക്കോട്ടെ ജയേന്ദ്രൻ. ഇനി നമ്മൾ കൂടുതൽ പാട്ടുപാടി ശല്യം ചെയ്യണ്ട. നല്ലൊരു ജീവിതത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോൽ മയങ്ങിടുമ്പോൾ. ഉറങ്ങുകയാണ്. നമസ്കാരം.